Hi guys, welcome back to Vandi Malayalam and welcome to the walk around video of the all new Bajaj Pulsar N160 SS. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കും രണ്ട് പാർട്ടാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് ഈ കാണുന്ന ഫസ്റ്റ് പാർട്ട്, അതിൽ നമ്മൾ ഈ വണ്ടിയുടെ വാക്ക് റൗണ്ട് ആണ് നോക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് വണ്ടിക്ക് ഫീച്ചേഴ്സ് വരുന്നത്, ഇതിലുള്ള സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്തറിയാമെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. എന്നിട്ട് സെക്കൻഡ് പാർട്ടിലായിരിക്കും ഇതിൻ്റെ റൈഡ് ഒപ്പീനിയൻ ഞാൻ പറയാൻ പോകുന്നത്. മെയിനായിട്ട് വണ്ടി 3 കളേഴ്സാണ് വരുന്നത്. ഒന്ന് ഈ കാണുന്ന ബ്ലാക്ക്, അതുപോലെ തന്നെ ഈ കാണുന്ന വൈറ്റ്, പിന്നെ ഒരു ബ്ലൂ കളറും കൂടെ ഉണ്ട്. ബ്ലാക്ക് വേരിയൻറ്റിൽ നമുക്ക് വീല് രണ്ടും റെഡ് കളറിൽ വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഡീക്കാൽസ് ഉണ്ടല്ലേ, ഇതിലൊരു ചെറിയ കാർബൺ ഫൈബർ ഫിനിഷും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ പൾസർ എന്നുള്ളൊരു ലോഗോ നിങ്ങൾ നോക്കണം, മനസ്സിലാക്കാം. ഒരു സിൽവർ പ്ലസ് റെഡ് ഔട്ട്ലൈനിങ്ങിലാണ് ഈ ഒരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ കാണാൻ അത്യാവശ്യം പ്രീമിയം സ്പോർട്ടി ആയിട്ട് വണ്ടിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. വൈറ്റിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ബോഡി കളർ മൊത്തത്തിൽ വൈറ്റും അതിൽ റെഡ് വിനയിലാണ് കൊടുത്തിരിക്കുന്നത്. പൾസർ എന്നുള്ള ബാഡ്ജിങ്ങിൽ സിൽവർ കളറിലും പ്ലസ് ഒരു ഷാഡോ പോലെ ഒരു ബ്ലാക്ക് കളറും കൊടുത്തിട്ടുണ്ട്. സോ ഇതും കാണാനായിട്ട് അത്യാവശ്യം നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളറാണ്. NS സീരീസിനെയും ക്ലാസിക് പൾസർ സീരീസിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയാണ് ബജാജ് മെയിനായിട്ടും ഈ ഒരു N സീരീസിനെ ഇറക്കിയിരിക്കുന്നത് തന്നെ. അതായത് NS എന്ന് പറയുന്നത് എപ്പോഴും എന്തൂസിയാസ്റ്റുകൾക്ക് വേണ്ടിയുള്ളൊരു ബൈക്കാണ്. കുറച്ച് സ്പീഡിൽ ഓടിക്കണം, കുറച്ച് സ്പോർട്ടിയായിട്ട് ഓടിക്കണം, ബെറ്റർ ആൻഡ് ഷാർപ്പ് ഹാൻഡ്ലിങ് വേണം എന്നൊക്കെയുള്ള ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് NS സീരീസ് ഉള്ളത്. എന്നാൽ ക്ലാസിക് പൾസേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് പണ്ട് മുതലേ ആ ഒരു ലെജൻഡറി പൾസർ ഡിസൈൻ ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ ആ വാഹനത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി ഡെയിലി കമ്മ്യൂട്ട്സ് കുറച്ചും കൂടെ ത്രില്ലിംഗ് ആയിരിക്കണം, എൻഗേജിങ് ആയിരിക്കണം, കുറച്ചും കൂടെ മസ്കുലർ ആയിട്ടുള്ളൊരു ലുക്ക് വേണം എന്നൊക്കെയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ആ ഒരു ക്ലാസിക് പൾസർ ഇപ്പോഴും നിലനിൽക്കുന്നത്. ആ രണ്ട് മോഡൽസിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു N സീരീസിനെ ബജാജ് മെയിനായിട്ടും ഇറക്കിയിരിക്കുന്നത്. ഒരുപാട് പേർക്കുള്ള സംശയമാണ് ഇത്രയും പൾസേഴ്സൊക്കെ എന്തിനാണ്, ഒരേ CC കാറ്റഗറിയിൽ തന്നെ 3 തരം പൾസേഴ്സൊക്കെ തന്നെയാണ് ബജാജ് ഇറക്കി വിടുന്നത്. അപ്പോൾ ഇത് എന്തിനാണെന്നുള്ളതിൻ്റെ ഒരു ഉത്തരവാണ് നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നത്. അതുപോലെ തന്നെ ഏകദേശം 35 കൺട്രീസിലോളം ഈ ഒരു വാഹനം വിറ്റഴിക്കപ്പെടുന്നുണ്ട്. നമ്മളുടെ ഇന്ത്യ തന്നെ ഒരു മാസം 25,000 യൂണിറ്റോളം വിൽക്കുന്നുണ്ടെന്നാണ് ബജാജ് പറയുന്നത്. ഇതുവരെ ഏകദേശം 7 ലക്ഷത്തോളം N160 വാഹനങ്ങൾ ലോകത്താകമാനം വിറ്റഴിച്ചു എന്നാണ് ബജാജിൻ്റെ കണക്കുകൾ പ്രകാരം കാണാൻ സാധിക്കുന്നത്. സോ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ബജാജിനെ സംബന്ധിച്ച് ഇതൊരു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ്. ഇനി വണ്ടിയിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നമുക്ക് നോക്കാം. ആദ്യത്തെ മാറ്റം എന്താ, ഈ കാണുന്ന എൻജിൻ തന്നെയാണ്. ഇതാ പഴയ 2 വാൽവ് 164cc എൻജിനല്ല ഇരിക്കുന്നത്. പകരം പുതിയ 164.9cc സിംഗിൾ സിലിണ്ടർ ഓയിൽ കൂൾഡ് 4 വാൽവ് എൻജിനാണ്. അതായത് 2 വാൽവ് മോഡൽ ഇപ്പോഴും അവൈലബിൾ ആണ്. കൂട്ടത്തിൽ ഇവരിപ്പോൾ ഈ ഒരു 4 വാൽവ് മോഡലിനെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് 18.5 bhp ആണ്. അതും 9500 RPM. അതുപോലെ 14.4 Nm എന്നുള്ളൊരു ടോർക്ക് ഫിഗർ അത് 8000 RPM പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടി ഇപ്പോൾ 0 to 60 അച്ചീവ് ചെയ്യാനായിട്ട് വെറും 4.5 സെക്കൻഡ്സ് മാത്രം മതി എന്നാണ് ബജാജ് അവകാശപ്പെടുന്നത്. അതേപോലെ ഈ ഒരു എഞ്ചിൻ്റെ മൈലേജ് ഫിഗർ എന്ന് പറയുന്നത് 46 km/l ആണ് ARAI സർട്ടിഫൈഡ്. കൂടാതെ ഈ ഒരു ബൈക്കിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇലക്ട്രോണിക് ത്രോട്ടിൽ ബോഡിയാണ്. അതുകൊണ്ട് തന്നെ ഇതിലിപ്പം 5 റൈഡ് മോഡ്സ് വരുന്നുണ്ട്: റോഡ്, റെയിൻ, ഓഫ് റോഡ്, സ്പോർട്ട് ആൻഡ് ടൂർ എന്നിങ്ങനെ. ടൂർ എന്ന് പറയുന്നത് ജസ്റ്റ് ക്ലസ്റ്ററിൽ കുറച്ച് അഡീഷണൽ ഇൻഫർമേഷനോടെ ചേർക്കും എന്നുള്ളതേ ഉള്ളൂ. ലാസ്റ്റ് നമ്മൾ ഓടുന്ന ഏത് മോഡാണോ ആ മോഡിൽ തന്നെ ഈ ഇൻഫർമേഷനോടെ ക്ലസ്റ്ററിൽ ആഡ് ചെയ്തിട്ടാണ് ടൂർ മോഡ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ അതല്ലാണ്ട് ഫങ്ഷണലി നമുക്ക് 4 റൈഡിംഗ് മോഡ്സാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 4 റൈഡിംഗ് മോഡ്സിലേക്ക് ഇടുമ്പോഴത്തേക്കും റിയൽ ടൈമായിട്ട് തന്നെ വണ്ടി വാഹനത്തിൻ്റെ എഞ്ചിനിൽ വരുന്ന ലോഡും റിയർ വീലിൽ കിട്ടുന്ന ട്രാക്ഷനും കാര്യങ്ങളും ഒക്കെ തന്നെ റിയൽ ടൈമിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ആ മോഡുകൾക്ക് അനുസരിച്ചുള്ള പവർ വരുന്നത്. അതല്ലാണ്ട് ഇതൊരു പ്രീ ഫിക്സ്ഡ് ആയിട്ടുള്ള മാപ്പ് അല്ലെന്നാണ് ബജാജ് പറയുന്നത്. ഈ ഒരു എഞ്ചിൻ്റെ കൂടെ ഒരു 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത് വിത്ത് സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച്. അതുകൊണ്ട് തന്നെ നമുക്ക് അഗ്രസീവായിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തേക്ക് ബാക്ക് വീൽ ഹോപ്പായി പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. അതേപോലെ നമ്മുടെ ക്ലച്ച് പുള്ളുകളൊക്കെ തന്നെ വളരെ സ്മൂത്ത് ആക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫോർവാൽ വാക്കിയതിൻ്റെ ഭാഗമായിട്ട് ഇതിന് ഹെഡ് യൂണിറ്റ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് റീവർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് ബജാജ് അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് കോമ്പറ്റേറ്റേഴ്സിനെക്കാളും കുറച്ചും കൂടെ ഹയർ RPMസിൽ കൂടുതൽ പവർ പ്രൊഡ്യൂസ് ചെയ്യാനും ആ ഒരു ഫീൽ നമുക്ക് തരാനും സാധിക്കും എന്നാണ് അവർ പറയുന്നത്. ഇതിൻ്റെ ഉള്ളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു ഓയിൽ കൂളിംഗ് റേഡിയേറ്റർ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ മെറ്റൽ എനർജിയിലും അവർ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബെറ്റർ കൂളിങ്ങിനായിട്ട് ഈ ഒരു ഓയിൽ കൂളർ ഇതിനെ ഹെൽപ്പ് ചെയ്യും. കൂടാതെ എഞ്ചിൻ ഹെഡിൻ്റെ സ്പാർക്ക് പ്ലഗ് ഏരിയയിലെയും ഓവർ ഹീറ്റിംഗ് ഒഴിവാക്കാനായിട്ട് ഇവിടെ ഒരു പ്ലാസ്റ്റിക് എയർ ഡക്റ്റ് കൊടുത്തിട്ടുണ്ട്. സോ വാഹനം ഓടുന്ന സമയത്തേക്ക് ഫോഴ്സ്ഫുള്ളി ആ ഒരു എയറിനെ ഈ ഒരു ഭാഗത്തേക്ക് കയറ്റി വിട്ട് കൂളാക്കാനും വേണ്ടി ഈ ഒരു ചെറിയ പ്ലാസ്റ്റിക് പോർഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇതിൽ രണ്ടാമത്തെ ഏറ്റവും വലിയ ചേഞ്ചാണ് ഈ കാണുന്ന 5-inch TFT ഡിസ്പ്ലേ. അങ്ങനെ ഫൈനലി ഒരു പൾസറിൽ നമുക്ക് TFT ഡിസ്പ്ലേ കാണാൻ സാധിക്കുകയാണ്. 5 ഇഞ്ചാണ് ഇതിൻ്റെ വലിപ്പം വരുന്നത്. കളർ TFT ആണ്. സോ ഇതിലാണ് നമുക്ക് വണ്ടിയുടെ എല്ലാ വിധത്തിലുള്ള ഇൻഫർമേഷനും ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ബ്ലൂടൂത്ത് പ്ലസ് വൈഫൈ കണക്ടിവിറ്റി ഉണ്ട്.
ഗൂഗിൾ മാപ്പ് മിറർ ചെയ്യാൻ പറ്റും എന്നാണ് ഈ ഒരു സെഗ്മെൻറ്റിലെ ഈ ഒരു വണ്ടി ഇങ്ങനെ വ്യത്യസ്തമാക്കി നിർത്താനായിട്ടുള്ള മറ്റൊരു കാര്യം. കാരണം മറ്റ് കോമ്പറ്റീറ്റേഴ്സിനൊന്നും തന്നെ ഗൂഗിൾ മാപ്പ് പെയറിങ് വരുന്നില്ല. അവരുടെ തന്നെ നോർമൽ 10x10 നാവിഗേഷനും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ ഈ ഒരു ബൈക്ക് നമ്മൾ ഫോണുമായിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ആൻഡ്രോയിഡ് യൂസറാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ സന്തോഷ വാർത്തയുടെ നിങ്ങൾക്ക് സ്ക്രീൻ ലോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യാം. നല്ല സീംലെസ് ആയിട്ട് തന്നെ നമുക്കത് ഈ ഒരു വാഹനത്തിൽ കാണാനും സാധിക്കുന്നതാണ്. ആനിമേഷൻസും കാര്യങ്ങളും ടേണും കാര്യങ്ങളും ഒക്കെ തന്നെ പ്രോപ്പറായിട്ട് കാണിച്ചു തരും. അതല്ലാണ്ട് നമുക്ക് ഡോക്യുമെൻറ്റ്സ് സേവ് ചെയ്തിടാനും ബാക്കി ട്രിപ്പ് ഡീറ്റെയിൽസും കണക്ടിവിറ്റി ഫീച്ചേഴ്സും ഒക്കെ തന്നെ ബജാജിൻ്റെ റൈഡ് കണക്ട് ആപ്പ് വഴി നമുക്ക് കിട്ടുന്നതാണ്. ഡിസ്പ്ലേ വരുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ ലോഡപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു ആനിമേഷനോട് കൂട്ടാണ് ഇത് വരുന്നത്. അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷനിലും ഇത് വരുന്നുണ്ട്. നമുക്ക് എഴുതി കാണിക്കുകയും മറ്റും ചെയ്യുന്നുണ്ട്. മോഡ് സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ 0 to 60 ആക്സലറേഷനും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ മെനു ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ കണ്ടില്ലേ, മെനുവിലേക്ക് പോയി കഴിഞ്ഞാൽ വെഹിക്കിൾ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ട്രിപ്പ് ഇൻഫോ പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിത് കാണാൻ സാധിക്കും. ട്രിപ്പ് എ ഉണ്ട്, ട്രിപ്പ് ബി ഉണ്ട്, അതുപോലെ തന്നെ ടൂർ ഇൻഫോ വരുന്നുണ്ട്. ഈ ട്രിപ്പ് മീറ്റേഴ്സൊക്കെ തന്നെ ഡിസ്റ്റൻസ്, ട്രിപ്പ് ടൈമിങ്, മാക്സ് സ്പീഡ്, ആവറേജ് സ്പീഡ്, ടോപ്പ് RPM, ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കും. പിന്നെ ഇതാ ഇവിടെ കണ്ടില്ലേ, നമുക്ക് ഡോക്യുമെൻറ്റ്സ് സേവ് ചെയ്തിടാനുള്ളൊരു ഓപ്ഷൻ കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. വെഹിക്കിളിൻ്റെ RC, ഡ്രൈവിംഗ് ലൈസൻസ്, ഇൻഷുറൻസ് പോലെയുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു വണ്ടിയിൽ തന്നെ സേവ് ചെയ്തിടാനായിട്ടുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. സോ കണക്ടിവിറ്റി പോയി കഴിഞ്ഞാൽ നമുക്ക് മൊബൈലുമായിട്ട് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ സെറ്റിങ്ങിൽ പോയി കഴിഞ്ഞാൽ കുറേ ബ്രൈറ്റ്നസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓട്ടോമാറ്റിക് ബ്രൈറ്റ്നസ്, ഓട്ടോമാറ്റിക് ഡേ ആൻഡ് നൈറ്റ് സ്വിച്ചിങ് പരിപാടിയൊക്കെ തന്നെ ഈ ഒരു മീറ്റർ കൺസോൾ വന്നിട്ടുണ്ട്. സോ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു മീറ്റർ കൺസോളാണ് ഈ ഒരു വാഹനത്തിന് ബജാജ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു USB Type-C ചാർജിങ് പോർട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ഹാൻഡിൽ ബാർ ഉണ്ടല്ലോ, ഇതിനും പ്രത്യേകതയുണ്ട്. വണ്ടിയുടെ റൈഡിങ് പൊസിഷനിൽ അവർ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. കാരണം ഇത്രയും വണ്ടി വിറ്റതിൽ നിന്നും കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് ഇവർ ഇതിൻ്റെ റൈഡിങ് ട്രയാങ്കിളിൽ ചെറിയൊരു വ്യത്യാസം വരുത്തി. സോ നമ്മൾ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ട് അപ്രൈറ്റ് ആയിട്ടാണ് ഇപ്പോൾ ഈ ഒരു പുതിയ മോഡൽ ഇരിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഈ ഹാൻഡിൽ ബാറിലെ കുറച്ചും കൂടെ മുന്നിലേക്ക്, അതായത് നമ്മുടെ അടുത്തേക്ക് നീക്കി മുകളിലേക്ക് പൊക്കിയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അപ്പർ ബോഡി കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിരിക്കും. എന്നാൽ ഈ ഒരു ഫുഡ് പെക്കിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാത്തതുകൊണ്ട് തന്നെ ലോവർ ബോഡി ഇപ്പോഴും അത്യാവശ്യം ഒരു കമ്മിറ്റഡ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള സിരി റൈഡിങ് പോസ്റ്ററും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റൈഡിങ് കിട്ടുമെന്നാണ് ബജാജ് പറയുന്നത്. അത്രത്തോളം നമുക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളത് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റൈഡ് റിവ്യൂവിൽ നോക്കാം. ലിവേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റബിൾ ലിവേഴ്സാണ് നമുക്ക് ഈ ഒരു ടോപ്പ് എൻഡ് മോഡലിൽ വന്നിരിക്കുന്നത്. 5 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ക്ലച്ച് ആൻഡ് ബ്രേക്ക് ലിവേഴ്സ് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ സ്വിച്ച് ഗിയേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് റൈറ്റ് സൈഡിൽ ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ചും അതുപോലെ തന്നെ പവർ സ്റ്റാർട്ട് സ്വിച്ച് ആൻഡ് കിൽ സ്വിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് സിംഗിൾ സ്വിച്ചിലാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഹെഡ് ലാമ്പും DRLും തമ്മിൽ ഓൺ ഓഫ് ആക്കാനായിട്ടുള്ളൊരു സ്വിച്ചാണ് വന്നിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ പാസ് സ്വിച്ച്, അതുപോലെ തന്നെ ഈ ഒരു മീറ്റർ കൺസോളിലൂടെ നമുക്ക് നാവിഗേറ്റ് ചെയ്യാനും വേണ്ടിയുള്ള ഒരു ജോയിസ്റ്റിക്ക്, അതിന് താഴെയായിട്ട് ഇൻഡിക്കേറ്റർ, ഹോൺ പോലുള്ള കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. 14 ലിറ്ററിൻ്റെ ഫ്യൂൽ ടാങ്കാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതും നമുക്ക് മെറ്റൽ ടാങ്കാണ് കൊടുത്തിരിക്കുന്നത്. പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പ്ലിറ്റ് സീറ്റ് കാണാൻ സാധിക്കും. സ്പ്ലിറ്റ് സീറ്റ് ആൻഡ് സിംഗിൾ സീറ്റ് മോഡൽസിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. സോ ഇതാണ് അതിൻ്റെ സ്പ്ലിറ്റ് സീറ്റ് എന്ന് പറയുന്നത്. റൈഡർക്കും പില്ലണും രണ്ട് സീറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. പുറകിലൊരു റെഡ് കളറിലുള്ള ഗ്രാബ് റെയിൽ നമുക്ക് ഈ ഒരു റെഡ് കളർ വേരിയൻറ്റിൽ കാണാൻ സാധിക്കുന്നതാണ്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ടിപ്പിക്കൽ പൾസർ സ്റ്റൈലിലുള്ള സ്പ്ലിറ്റ് LED ടെയിൽ ലാമ്പും LED ഇൻഡിക്കേറ്റേഴ്സും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ടെയിൽ പോർഷനൊക്കെ കണ്ടില്ല, അത്യാവശ്യം നല്ല സ്ലീക്കായിട്ടാണ് ബജാജ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. താഴെ നമുക്കൊരു ടയർ ഹഗർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ നമുക്ക് 130 സെഷൻ്റെ റേഡിയൽ ടയറാണ് വന്നിരിക്കുന്നത്. 17 ഇഞ്ച് റെഡ് കളർ അലോയ് വീലാണ് അത് വന്നിരിക്കുന്നത്. 230 mm ബാക്ക് ഡിസ്ക് ബ്രേക്കാണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ അണ്ടർ ബെല്ലി എക്സോസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. അതിനുള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള നൈട്രോസ് ചാർജഡ് ആയിട്ടുള്ള മോണോ ഷോക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഫ്രണ്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ 37 mm ഷാംപെയിൻ ഗോൾഡ് കളറിലുള്ള എൻഡ്യൂറൻസിൻ്റെ USD ഫോർക്കാണ് വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് കാണാം ഡ്യുവൽ ചാനൽ ABSൻ്റെ ബാഡ്ജിങ് വന്നിട്ടുണ്ട്. സോ യെസ്, ദിസ് ഈസ് എ ഡ്യുവൽ ചാനൽ ABS മോഡൽ. ഫ്രണ്ടിൽ 300 mm ഡിസ്ക് ബ്രേക്ക് വിത്ത് ഗ്രമിക്ക കാലിപ്പേഴ്സാണ് ബജാജ് ഈ ഒരു വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. ബാക്കിലും ഗ്രമിക്ക കാലിപ്പർ തന്നെയാണ് വന്നിട്ടുള്ളത്. സോ ഇതാണ് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു ലുക്ക്. ഫ്രണ്ടിൽ ആ ഒരു സെയിം LED പ്രൊജക്ടർ ഹെഡ്ലാമ്പും LED DRLസും കാണാൻ സാധിക്കും. ഡിസൈനിൽ അങ്ങനെ എസ്തെറ്റിക് വ്യത്യാസങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. കളർ സ്കീമിൽ വന്നിരിക്കുന്ന വ്യത്യാസം മാത്രമാണ് വന്നിട്ടുള്ളത്. ടാങ്കിലെ ഈ ഒരു ഡീക്കാൽസ് ഒക്കെ കണ്ടില്ലേ, ഒരു കാർബൺ ഫൈബർ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. പൾസറിൻ്റെ ബാഡ്ജിങ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കുറച്ച് അറ്റൻഷൻ ടു ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അവർ. ബാക്കിൽ N160 SS എന്നുള്ളൊരു ബാഡ്ജിങ് കാണാൻ സാധിക്കും. ഈ ഒരു ടോപ്പ് മോഡലിനെ അവർ SS എന്നും ഇതിന് തൊട്ട് താഴെയുള്ള മോഡലിനെ അവർ S എന്നുമാണ് വിശേഷിപ്പിക്കുന്നത്. സോ ഇതാണ് അതിൻ്റെ മറ്റൊരു കളറ്, വൈറ്റ് കളറ്. ഇതോടെ അല്ലാണ്ടൊരു ബ്ലൂ കളറും കൂടെ ഈ ഒരു ബൈക്കിന് വരുന്നുണ്ട്. 1368 mm ആണ് വാഹനത്തിൻ്റെ വീൽ ബേസ് വരുന്നത്. അതുകൊണ്ട് 165 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. 795 mm സീറ്റ് ഹൈറ്റ്, അതുപോലെ തന്നെ 1385 mm ഇതിൻ്റെ
വീൽ ബേസ് വരുന്നത് 165 mm ഇതിന് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. ടോട്ടൽ 151 കിലോഗ്രാമോളമാണ് വാഹനത്തിന് വെയിറ്റ് വരുന്നത്. സോ ഈ ഒരു എഞ്ചിനിൽ ഇത്രയും മാറ്റം വന്നപ്പോൾ ഇതിൻ്റെ വെയിറ്റ് കൂടിയില്ലേ എന്നുള്ള ചോദ്യത്തിന് ബജാജ് പറയുന്നത് ആ വെയിറ്റിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് അവർ ഷാസിയിൽ റീവർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ്. ഷാസിയിൽ അതിനുള്ള വെയിറ്റ് റിഡക്ഷൻ പരിപാടികളൊക്കെ അവർ ചെയ്തു. സോ അതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ വെയിറ്റ് കൂടിയിട്ടില്ല. പ്രീവിയസ്ലി ആ 2 വാൽവ് എഞ്ചിനുള്ള വാഹനത്തിന് എത്രയാണോ വെയിറ്റ് അതേ വെയിറ്റ് തന്നെയാണ് ഈ ഒരു 4 വാൽവ് എഞ്ചിൻ വരുന്ന വാഹനത്തിന് വന്നിരിക്കുന്നത്. സോ ഈ ഒരു റിവേഴ്സ്ഡ് ആയിട്ടുള്ള ഷാസി 2 വാൽവ് മോഡലിലും ഉടനെ എത്തും എന്നാണ് ബജാജ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഒരു കാര്യം, N160 ഇപ്പം 5 വേരിയൻസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 3 2 വാൽവ് വേരിയൻറ്റും 2 4 വാൽവ് വേരിയൻറ്റുമാണ് വന്നിരിക്കുന്നത്. ഇനി ഫൈനലി പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1,42,000 റുപ്പീസാണ് എക്സ് ഷോറൂം ഡൽഹി ഈ കാണുന്ന SS വേരിയൻറ്റിന് വരുന്നത്. ഇനി S വേരിയൻറ്റിനാണെന്നുണ്ടെങ്കിൽ 1,33,000 അപ്പോൾ ഈ ഒരു പ്രൈസിന് ഈ വണ്ടിയാണോ അതോ ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ആണോ ബെറ്റർ എന്നുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ N160 2V മോഡൽ ഉപയോഗിക്കുന്ന ആളുകൾ ഈ ഒരു ബൈക്കിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമോ അതോ വേറെ ഏതെങ്കിലും മോഡലായിരിക്കും നിങ്ങൾ നോക്കാൻ പോകുന്നതുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. പാർട്ട് 2 വീഡിയോയിൽ ഇതെങ്ങനെയുണ്ട് റോഡിൽ ഓടിക്കാൻ എന്നുള്ളതിനെ പറ്റിയിട്ടായിരിക്കും നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ ആ ഒരു വീഡിയോ മിസ്സാക്കാണ്ടിരിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഈ ഒരു ബൈക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. See you guys in the next one. Ready? Who is the black sheep? ഇവനാന്ന് തോന്നുന്നു നോക്കുന്നതല്ല. അല്ല ഇവിടെ എങ്ങനെ ചെമ്മരിയാട് വന്നെന്നാ